നിങ്ങൾ കേട്ട് കാണും. അർണബ് ഗോസ്വാമി ഈ അടുത്ത സമയത്ത് റിപ്പബ്ലിക് മീഡിയ നെറ്റ്വർക്ക് സംപ്രേഷണം ചെയ്ത FCRA ഫയൽ പാർട്ട് 2 എന്ന പരിപാടിയിൽ TTI എന്ന് പറയുന്നത് തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന ഒരു സംഘടനയെ സംബന്ധിച്ച് അവരുടെ വിദേശ ധനസഹായത്തെക്കുറിച്ചും അതേപോലെ ചില അവർ നടത്തിയിട്ടുള്ള മതപരിവർത്തനങ്ങളെന്നൊക്കെ പറഞ്ഞ് മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങൾ അവർ പ്രവർത്തിക്കുന്നതെന്നും വിദേശ ഡെബിറ്റ് കാർഡുകളെ ഇന്ത്യൻ നിയമങ്ങളുടെ സാധ്യതയുള്ള ലംഘനങ്ങളെ തുടങ്ങിയ വിഷയങ്ങളിൽ ഗുരുതരമായ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് ഞാനത് കേൾക്കുവാനിടയായി. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തണമെന്ന് എനിക്ക് തോന്നുകയും ഞാനത് കൃത്യമായിട്ടൊന്ന് പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതെന്നാണ് എൻ്റെ ഒന്നാമത്തെ കണ്ടെത്തൽ. ഏതെങ്കിലും വ്യക്തിയോ സംഘടനയോ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം FCRA പ്രകാരം അല്ലെങ്കിൽ ഫേമ പ്രകാരം ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ BNS പ്രകാരം അല്ലെങ്കിൽ UAPA അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്ത്യൻ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ നിയമാനുസൃതമായ നടപടികൾ ക്രമത്തിലൂടെ അന്വേഷണം നടത്തുകയും കുറ്റം തെളിയുകയാണെങ്കിൽ ക്രമപ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വാദം. അപ്പോൾ ക്രൈസ്തവർ നിയമാനുസൃതമായ അന്വേഷണത്തെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് ഞങ്ങൾ ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണമെന്ന് ഉറപ്പായിട്ട് പറയുകയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ മറ്റൊരു അടിസ്ഥാന തത്വവും അത്ര തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു അന്വേഷണം എന്നത് ഒരു കുറ്റവിധി അല്ല എന്നുള്ളത് അറിയണം. അതിലും പ്രധാനമായി ഒരു സംഘടനയ്ക്കെതിരായ ആരോപണങ്ങളെ മുഴുവനായിട്ടുള്ള ക്രൈസ്തവ മതത്തിനെതിരായ കുറ്റാരോപണമായിട്ട് മാറ്റാനും കഴിയില്ല. ഇവിടെയാണ് അർണബ് ഗോസ്വാമി ചില കുറ്റാരോപണങ്ങൾ ക്രൈസ്തവ സഭയ്ക്കെതിരെ കൊണ്ടുവന്നിരിക്കുന്നത്. ക്രൈസ്തവ മിഷനുകളെയും ക്രൈസ്തവ സാമൂഹ്യ മാനവിക സേവനങ്ങളെയും മതം പ്രചരിപ്പിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശത്തെയും ഒരൊറ്റ സംഘടനയ്ക്കെതിരായ ആരോപണത്തിൻ്റെ പേരിൽ കുറ്റക്കാരാക്കുന്നത് നീതിയല്ല എന്നുള്ളത് അർണബ് ഗോസ്വാമി അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ തിമോത്തി ഇനിഷ്യേറ്റീവിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ എന്താണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നതെന്നും കൂടെ നോക്കണം. നിലവിൽ ഒരു യഥാർത്ഥ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടക ഹൈക്കോടതിയുടെ ഒരു വിധിയിൽ ഏകദേശം 92.55 CR 2025 നവംബർ മുതൽ 2026 ഏപ്രിൽ വരെ അന്താരാഷ്ട്ര ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പിൻവലിച്ചതായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിച്ചതായിട്ട് കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 2024 ജനുവരി മുതൽ 2026 മാർച്ച് വരെ ഛത്തീസ്ഗഡിലും ആസാമിലും ഏകദേശം ₹40 CR പിൻവലിച്ചതായിട്ട് ED ആരോപിച്ചതായിട്ട് കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ TTIയും ചില വ്യക്തികളെയും സംബന്ധിച്ച മറ്റ് ആരോപണങ്ങളും ഈ വിധിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കർണാടക ഹൈക്കോടതിയുടെ വിധി ലൈവ് ലോ PDF നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. എന്നാൽ കോടതി യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞതെന്ന് വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുകയും വേണം. ഈ ഘട്ടത്തിൽ കോടതി പരിശോധിച്ചത് അന്വേഷണം തുടരാൻ മതിയായ പ്രൈമ ഫേസിയ വസ്തുതകൾ ഉണ്ടോ എന്നുള്ളതാണ്. കുറ്റം ആത്യന്തികമായി തെളിയിക്കപ്പെട്ടു എന്ന് കോടതി വിധിച്ചിട്ടില്ല. കൂടാതെ അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള അന്തിമ വിധിയല്ല തങ്ങളുടെ നിരീക്ഷണങ്ങളെന്നും കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബൗദ്ധികമായിട്ട് സത്യസന്ധമായ പ്രസ്താവന ഇങ്ങനെയാണ്. എന്താണത്? TTIയുമായി ചില വ്യക്തികളുമായും ബന്ധപ്പെട്ട സാമ്പത്തികവും മറ്റ് നിയമലംഘനങ്ങളുമായുള്ള ഗുരുതര ആരോപണങ്ങൾ അന്വേഷണത്തിലാണ്. എന്നാൽ അർണബിന്റെ അവതരണത്തിൽ നിന്ന് ഉയർന്ന തെറ്റായ ഒരു നിഗമനം ക്രൈസ്തവ മതം ഒരു കൺവേർഷൻ റാക്കറ്റ് നടത്തുകയാണെന്ന് കോടതി തെളിയിച്ചു. എന്തൊരു വിഡ്ഢിത്തരമാണ് ആ വിഡ്ഢി വായിൽ നിന്ന് വരുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. കോടതി അത്തരം ഒരു കാര്യം തെളിയിച്ചിട്ടില്ല. രണ്ടാമതായിട്ട് TTIക്കെതിരായിട്ടുള്ള അന്വേഷണം ക്രൈസ്തവ മതത്തിനെതിരായിട്ടുള്ള അന്വേഷണമല്ല എന്നുള്ളതും കൂടെ അർണബ് മനസ്സിലാക്കി. ഇതാണ് അർണബിന്റെ അവതരണത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പിഴവ്. TTI ഒരു ക്രൈസ്തവ സംഘടനയാണ്. എന്നാൽ ക്രൈസ്തവ മതം ഒരു സംഘടനയല്ല. ക്രൈസ്തവികത എന്ന് പറയുന്നത് അതൊരു മതവുമല്ല, അതൊരു സംഘടനയുമല്ല. ക്രൈസ്തവ മാർഗം കോടിക്കണക്കിന് വിശ്വാസികളെയും അനേകം സഭകളെയും അനേക ഡിനോമിനേഷനുകളെയും മിഷണറി സംഘടനകളെയും ചാരിറ്റികളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആശുപത്രികളെയും റീഹാബിലിറ്റേഷൻ കേന്ദ്രങ്ങളെയും വ്യക്തിഗത വിശ്വാസികളെയും ഉൾക്കൊള്ളുന്ന ഒരു ആഗോള വിശ്വാസ സമൂഹമാണ്. അത് മനസ്സിലാക്കാൻ അങ്ങേർക്ക് ഉള്ള ബുദ്ധി പോരാ എന്ന് തോന്നുന്നു. അപ്പം TTI കുറ്റക്കാരനാണെന്ന് തെളിയുകയാണെങ്കിൽ ഉത്തരവാദികളായ വ്യക്തികൾ നിയമത്തിന് മുമ്പാകെ മറുപടി പറയണം എന്നുള്ളത് തന്നെയാണ് ക്രൈസ്തവ സഭയുടെ പക്ഷം. എന്നാൽ അതിൻ്റെ അർത്ഥം എല്ലാ ക്രൈസ്തവ മിഷണറിമാരും കുറ്റക്കാരാണ് എന്നല്ല.
എല്ലാ ക്രൈസ്തവ NGO-കളും സംശയാസ്പദമായ രൂപത്തിൽ പ്രവർത്തിക്കുന്നൊന്നുമല്ല. വിദേശ ധനസഹായം സ്വീകരിക്കുന്ന എല്ലാ ക്രൈസ്തവ സംഘടനകളും നിയമവിരുദ്ധമാണ് എന്നുമല്ല. എല്ലാ സുവിശേഷ പ്രഘോഷണവും കൺവേർഷൻ റാക്കറ്റ് ആണെന്നുമല്ല. എല്ലാ ചർച്ച് പ്ലാന്റിംഗ് പ്രവർത്തനങ്ങളും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നുള്ളതുമല്ല. അത് കളക്റ്റീവ് ഗിൽറ്റ് അല്ലെങ്കിൽ കൂട്ട കുറ്റാരോപണം ആയിരിക്കും. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് നീതിയല്ല, അതിനെതിരെ നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരുന്നു. അപ്പൊ ഇതേ തത്വം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ബാധകമായിരിക്കണം. ഒരു ഹിന്ദു സംഘടന സാമ്പത്തിക കുറ്റകൃത്യം ചെയ്താൽ ഹിന്ദു മതം കുറ്റക്കാരല്ല എന്നുള്ളത് നമുക്കറിയാം. ഒരു മുസ്ലിം സംഘടന സാമ്പത്തിക കുറ്റകൃത്യം ചെയ്താൽ ഇസ്ലാം കുറ്റക്കാരല്ല എന്നുള്ളത് നമ്മൾ സമ്മതിക്കും. അതുപോലെ ഒരു ക്രൈസ്തവ സംഘടന കുറ്റം ചെയ്താൽ ക്രൈസ്തവ മാർഗം എങ്ങനെയാണ് കുറ്റക്കാരാകുന്നത്? കുറ്റം ചെയ്ത വ്യക്തിയോടോ സ്ഥാപനത്തോടോ കുറ്റം ബന്ധിപ്പിക്കണം, അല്ലാതെ ഒരു മുഴുവൻ സമൂഹത്തോടല്ല അതിനെ ബന്ധിപ്പിക്കേണ്ടത്. മൂന്നാമതായിട്ട്, ഓരോ ഗ്രാമത്തിലും ഒരു സഭ എന്നത് സ്വതവേ ഒരു കുറ്റമാണ്. അതാണ് അർണോബ് കണ്ടെത്തിയിരിക്കുന്ന മറ്റു വലിയൊരു കുറ്റം. അദ്ദേഹം പറയുന്നത്, TTI പറയുന്നത് ഓരോ ഗ്രാമത്തിലും ഓരോ ക്രിസ്തീയ സഭ എന്നുള്ളതാണ്. TTIയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഓരോ ഗ്രാമത്തിലും ഒരു സഭ സ്ഥാപിക്കുക എന്നാണെന്ന് റിപ്പബ്ലിക് TV ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് വ്യക്തമായും ഒരു സുവിശേഷ ഘോഷണ ലക്ഷ്യമായിട്ട് മാത്രമേ അവർക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ഒരു സുവിശേഷ പ്രഘോഷണ ലക്ഷ്യം ഉണ്ടായിരിക്കുന്നു എന്നത് മാത്രം ഒരു കുറ്റകൃത്യമല്ല. അത് മനസ്സിലാക്കണം. അത് അവരുടെ ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ട് അത് കുറ്റകൃത്യമാണോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മനസ്സാക്ഷിയുടെ മതസ്വാതന്ത്ര്യം അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മതം സ്വതന്ത്രമായി പ്രൊഫസ് ചെയ്യാനായിട്ട്, പ്രാക്ടീസ് ചെയ്യാനായിട്ട്, പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശവും ഉറപ്പും നൽകുന്നതാണ്. എന്നാൽ അത് പബ്ലിക് ഓർഡർ, അതേപോലെ തന്നെ മൊറാലിറ്റി, ഹെൽത്ത് എന്നിവയ്ക്ക് വിധേയമായിരിക്കണമെന്ന് മാത്രം. നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് ശരിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഗോർസ്വാമിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, റവറൻഡ് സ്റ്റെയിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശും എന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രൊപ്പഗേറ്റ് എന്നത് ഒരു മതത്തിന്റെ ആശയങ്ങളും ഉപദേശങ്ങളും മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നുവെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെ ഗോസ്വാമി വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിക്കണം കേട്ടോ. അത് വേണമെങ്കിൽ അതിന്റെ റെഫറൻസ് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെയിൻസ്ലെസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് ഇന്ത്യൻ കാനൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതുകൊണ്ട് ഓരോ ഗ്രാമത്തിലും ഒരു സഭ സ്ഥാപിക്കണം എന്നത് ഒരു മിഷണറി ലക്ഷ്യമായിരിക്കാം, അത് അവരുടെ സംഘടനയുടെ ലക്ഷ്യമായിരിക്കാം. എന്നാൽ അതിനെ സ്വതവേ ഓരോ ഗ്രാമത്തിലുള്ള എല്ലാവരെയും നിയമവിരുദ്ധമായി മതം മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നവർ പറഞ്ഞിട്ടുണ്ടോ? അത് വളരെ കൃത്യമായിട്ട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഇത് രണ്ടും വളരെ തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ബലപ്രയോഗമോ വഞ്ചനയോ നിയമവിരുദ്ധമായ പ്രലോഭനമോ നടന്നിട്ടുണ്ടെങ്കിൽ തെളിവുകൾ ഹാജരാക്കണം. ചുമ്മാതെ എന്തെങ്കിലും വിടുവായ്ത്തരം പറഞ്ഞാൽ പോരാ. ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്ന കാര്യങ്ങളെ ചുമ്മാതെ അർണോവിന് ഒരു മീഡിയ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തും പറയാനുള്ള ലൈസൻസ് ഒന്നുമല്ല. കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ അത് മുഖാന്തരം ഇടയാകും. അതുകൊണ്ട് നിങ്ങൾ ആ തെളിവുകൾ കൊടുക്കുക. അതെന്താ കൊടുക്കാത്ത? എന്നാൽ ഒരു സുവിശേഷ പ്രഘോഷണ ദർശനത്തെ മാത്രം ഒരു ക്രിമിനൽ ഗൂഢാലോചനയായിട്ട് മുദ്ര കുത്താൻ ആകെയില്ലെന്ന് താങ്കൾക്കറിയാം. അതുകൊണ്ടാണ് താങ്കൾ തെളിവുകളുമായിട്ട് വരാത്ത. നാലാമതായിട്ട്, സുപ്രീം കോടതി നിർവഹിച്ച നിർണായക വ്യത്യാസം. ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന്. റവൻ സ്റ്റെയിൻസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത് ആർട്ടിക്കിൾ 25 മതം പ്രഖ്യാപിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്നു. എന്നാൽ മറ്റൊരാളെ മതം മാറ്റാനുള്ള ഒരു അടിസ്ഥാന അവകാശം അത് നൽകുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളതാണ്. അതേസമയം ബലപ്രയോഗം, വഞ്ചന, അതേപോലെ ഇൻഡ്യൂസ്മെന്റ് അഥവാ പ്രലോഭനം എന്നിവ വഴി നടക്കുന്ന മതപരിവർത്തനങ്ങളെ തടയുന്നതിനായി സംസ്ഥാനത്തിന് നിയമനിർമ്മാണ അധികാരമുണ്ടെന്നും കോടതി അംഗീകരിച്ചുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അനീതിയായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിൽ നിങ്ങൾ കേസെടുക്കുന്നേ, നിയമപരമായിട്ട് നോക്ക്, അല്ലാതെ കാടടച്ച് ഇങ്ങനെ വെടിവെക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് ക്രൈസ്തവർ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഞങ്ങൾ നിർബന്ധിത മതപരിവർത്തനത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് തന്നെയാണ്. അത് ഞങ്ങൾ ആണയിട്ട് പറയുന്നു. വഞ്ചനാപരമായ മതപരിവർത്തനത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടാൽ അവരെ ശിക്ഷ ഏറ്റെടുക്കണം. ബലപ്രയോഗത്തിലൂടെയുള്ള മതപരിവർത്തനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നിയമവിരുദ്ധമായ പ്രലോഭനങ്ങളിലൂടെയുള്ള മതപരിവർത്തനത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല.
എന്നാൽ അതിനോടൊപ്പം മറ്റൊരു സത്യം കൂടി പറയണം. സുവിശേഷ പ്രഘോഷണം പ്ലസ് വ്യക്തിയുടെ സ്വമേധയാ സ്വീകരിക്കുന്ന വിശ്വാസം എന്നത് ബലം പ്ലസ് വഞ്ചന പ്ലസ് നിർബന്ധം എന്നതുമായിട്ട് തുല്യമാക്കാൻ പാടില്ല. എന്നാൽ ഈ കാര്യങ്ങൾ ബലം പ്ലസ് വഞ്ചന പ്ലസ് നിർബന്ധം, അങ്ങനെ ചില മതപരിവർത്തനം നടക്കുന്നുണ്ട്. അത് അർണബ് ഗോസ്വാമിയെ പോലുള്ള ആളുകൾ കാണണം, കേൾക്കണം, അറിയണം, പഠിക്കണം. അതെന്താണ്? അതാണ് ഗർഭാപ്പസി. ഗർഭാപ്പസി നടക്കുന്നുണ്ട്. അത് ഗർഭാപ്പസി നടക്കുമ്പോൾ അതിനകത്ത് ബലമുണ്ട്, അതിനകത്ത് വഞ്ചനയുണ്ട്, അതിനകത്ത് നിർബന്ധമുണ്ട്. തെളിവുകൾ വേണമെങ്കിൽ 100 കണക്കിന് തെളിവുകൾ തരാൻ ഞങ്ങൾ തയ്യാറുമാണ്. എനിക്ക് തന്നെ പല അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് അർണബ് ഗോസ്വാമി മലന്ന് കിടന്ന് തുപ്പാൻ നിൽക്കണ്ട. മലന്ന് കിടന്ന് തുപ്പിയ തന്റെ മേത്തെ ആ തുപ്പൽ വീഴുള്ളൂ എന്നുള്ളത് ഓർത്തോളാം. ഒരു വ്യക്തി സുവിശേഷം കേൾക്കുകയും സ്വമേധയായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്ത്യാനിയാകുകയും ചെയ്യുമ്പോൾ അത് ആ വ്യക്തിയുടെ വ്യക്തിപരമായ മനസാക്ഷിയുടെ തീരുമാനമാണ്. അതേസമയം ഒരാളെ ഭീഷണിപ്പെടുത്തുകയോ വഞ്ചിക്കുകയോ നിയമവിരുദ്ധമായി പണം നൽകുകയോ ചെയ്ത് മതം മാറ്റുകയാണെങ്കിൽ അത് തെറ്റാണ്. അത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നവർ ആരായാലും നിയമത്തിന് മുമ്പാകെ കൊണ്ടുവരണം എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ വാദം. ഞാൻ പറഞ്ഞല്ലോ, ഗർഭാപ്പസി എന്ന പേരിലോ മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പേരിലോ അത്തരം നടപടികൾ നടന്നാൽ അവയും അന്വേഷിക്കുകയും കുറ്റം തെളിയുകയാണെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാനുള്ള ചങ്കൂറ്റമാണ് അധികാരികൾക്ക് വേണ്ടത്. അല്ലാതെ വിടുവായ്ത്തരം പറച്ചിലല്ല വേണ്ടത്. അപ്പൊ 5ാമത്തെ അർണബിന്റെ ആരോപണം എന്ന് പറയുന്നത് ദരിദ്രരെ ചൂഷണം ചെയ്യും. ദരിദ്രനും ദുർബലരുമായിട്ടുള്ള ആളുകളെ പണം, ചികിത്സ, രോഗശാന്തിയുടെ വാഗ്ദാനങ്ങൾ, മാനസിക സമ്മർദ്ദം തുടങ്ങിയവ ഉപയോഗിച്ച് മതം മാറ്റുന്ന ആരോപണമാണ് വളരെ വൈകാരികമായിട്ട് ഗോസ്വാമി അവതരിപ്പിച്ചിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് മാത്രമല്ല, അത് നിയമലംഘനവുമാകുന്നുവെന്ന് എവിടെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് പറയുന്നതിന് ഒരു മടിയുമില്ല ഗോസ്വാമി. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? കഴിയുകയില്ല. കാരണം നിങ്ങൾ പ്രതിയാകും. ക്രൈസ്തവ വിശ്വാസം ദരിദ്രരെ ചൂഷണം ചെയ്തതിനെ അംഗീകരിക്കുന്നില്ല. വിശുദ്ധ ബൈബിളിൽ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെയുള്ള ആ ഭാഗത്ത് ദരിദ്രരോട് പക്ഷപാതം കാണിക്കുന്നതിനെതിരെ വളരെ കർക്കശമായിട്ടുള്ള മുന്നറിയിപ്പ് തിരുവചനം തരുന്നുണ്ട്. മാത്രമല്ല, സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ പറയുന്നത് ദരിദ്രനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ദരിദ്രനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു വിശന്നവരോടും ദാഹിച്ചവരോടും രോഗികളോടും തടവുകാരോടും കഷ്ടപ്പെടുന്നവരോടും ആഴത്തിലുള്ള കരുണ കാണിച്ചു എന്നുള്ളത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ ശുശ്രൂഷകൾ ചെയ്യുന്നത്. അവരെ ആശ്വസിപ്പിക്കുകയും ഭക്ഷണം നൽകുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്ത യേശുവിൻ്റെ അനുയായികൾ ആ ശുശ്രൂഷകൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് യഥാർത്ഥ ക്രൈസ്തവ പ്രതികരണം, ആരെങ്കിലും ദരിദ്രനെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ കണ്ടെത്തുക, പണമിടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരിക, ഇരകളെ കണ്ടെത്തുക, തെളിവ് ഹാജരാക്കുക, കുറ്റം തെളിഞ്ഞാൽ വളരെ കർക്കശമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക. എന്നാൽ ക്രൈസ്തവർ ചില ദരിദ്ര കുടുംബങ്ങളെ സഹായിച്ചു എന്നത് മാത്രം ആ സഹായം മതം മാറ്റത്തിനുള്ള കൈക്കൂലിയായിരുന്നു എന്ന് തെളിയിക്കുന്നില്ല ആർണവേ. അതാദ്യം മനസ്സിലാക്കുക. തെളിവ് ആവശ്യമാണ്. സഹായം ലഭിക്കാൻ നിങ്ങൾ ക്രിസ്ത്യാനിയാകണം എന്ന് വ്യക്തമായി നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ഏത് മതക്കാരാണെങ്കിലും. എന്നാൽ ഗർഭാപ്പസിൽ അങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളത് ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾക്ക് പോലും അറിയാം. പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയില്ല. കാരണം അങ്ങനെ സംസാരിക്കുന്ന നിങ്ങൾക്ക് പിന്നെ ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്താൻ സാധ്യമല്ല. ആ വിധത്തിൽ നിങ്ങൾ ഭീഷണിയുടെ ഉള്ളിലായിത്തീരും. നിങ്ങളുടെ മനംമാറ്റമൊക്കെ ഞങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 6-മതായിട്ട്, മാനവിക സേവനവും സുവിശേഷ പ്രഘോഷണവും സ്വതവേ കുറ്റകരമല്ല. അത് അർണബ് ഗോസ്വാമി മനസ്സിലാക്കിക്കോണം. ചരിത്രപരമായി ക്രൈസ്തവ മിഷനുകൾ സുവിശേഷ പ്രഘോഷണത്തോടൊപ്പം കരുണയും സേവനയും സംയോജിപ്പിച്ചവരാണ്. അതുകൊണ്ടാണ് ഗോസ്വാമി താങ്കൾ ഇന്ന് ഒരു മീഡിയ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ താങ്കളുടെ പൂർവികന്മാരൊക്കെ ജീവിച്ചതുപോലെ അതേ രീതിയിൽ തന്നെ ആയിരിക്കും താങ്കൾക്കും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം താങ്കളുടെ പ്രത്യയശാസ്ത്രം അങ്ങനെയാണ് അനുശാസിച്ചു വെച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് താങ്കളെ പോലുള്ളവർക്കൊന്നും ഉയരാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ താങ്കൾക്കൊക്കെ ഇന്ന് ലഭിച്ചിരിക്കുന്ന ഉയർച്ചയുടെ അടിസ്ഥാന കാരണം ഈ കരുണയും സേവനവും സമന്വയിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ സേവനങ്ങൾ നടത്തിയതുകൊണ്ടും അവർ നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നതുകൊണ്ടും അവർ നിങ്ങളെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ്.
അത് മറന്നു പോകണ്ട കേട്ടോ. യേശു ക്രിസ്തു ദൈവരാജ്യം പ്രസംഗിച്ചതോടൊപ്പം രോഗികളെ സൗഖ്യമാക്കുകയും വിശന്നവർക്ക് ഭക്ഷണം നൽകുകയും കഷ്ടപ്പെടുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് ക്രൈസ്തവ മാതൃക എന്ന് പറയുന്നത് വചന പ്രഘോഷണം പ്ലസ് സേവന പ്രവർത്തനം എന്നതാണ്. ഒരു ക്രൈസ്തവ സംഘടന ഒരു ദരിദ്ര കുടുംബത്തെ സഹായിച്ചു എന്നത് മാത്രം ആ സഹായത്തിന്റെ ഏക ലക്ഷ്യം മതം മാറ്റമായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുകയില്ല. ഒരു സംഘടന ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനി ആയാൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരികയുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയോ അല്ലെങ്കിൽ വ്യക്തികളോ പറഞ്ഞാൽ അത് കുറ്റകരമാണ്, അവർ ശിക്ഷ അർഹിക്കപ്പെടുന്നു. അത് നിയമവിരുദ്ധമാണെങ്കിൽ നിയമം അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യണം. എന്നാൽ ഒരു ക്രൈസ്തവ സംഘടന പറയുകയാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തു നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കാൻ കൽപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. അത് പറയാതെ തന്നെ അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്നു. അതെങ്ങനെയാണ് സ്വതവേ കുറ്റകരമാകുന്നത്? അർണവേ, അത്രയെങ്കിലും ചിന്തിക്കാനുള്ള ബുദ്ധി കാണിക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെയും മനഃപൂർവ്വം ഒരേ കാര്യമായിട്ട് അതിനെ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഏഴാമതായിട്ട് ഈ ജോഷുവ പ്രോജക്റ്റിനെ സംബന്ധിച്ച് താങ്കൾ എന്തൊക്കെയോ പറഞ്ഞു, കുറെ ആരോപണങ്ങളൊക്കെ പറഞ്ഞത് അത് വേണമെങ്കിൽ സൂക്ഷ്മമായിട്ട് തന്നെ പരിശോധിക്കട്ടെ. അർണബ് ഗോസ്വാമി ജോഷുവ പ്രൊജക്ടിനെ ഇന്ത്യയിലെ ജാതി അടിസ്ഥാനത്തിലുള്ള ഭൂപടം മതപരിവർത്തനത്തിനായി കൈവശം വെക്കുന്ന അപകടകരമായ സംഘടനയായിട്ടൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി. എനിക്ക് ഈ പ്രോജക്റ്റുകളൊന്നും അറിയത്തില്ല കേട്ടോ, ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയതാണ്. ഞാൻ അവരുടെ ആളുകളുമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ജോഷുവ പ്രോജക്റ്റിന്റെ സ്വന്തം രേഖകൾ അനുസരിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ നിർവചിക്കുന്നതിനായി ജാതിയും സാമൂഹിക വിഭാഗങ്ങളും ഉൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. റഫറൻസ് ജോഷുവ പ്രോജക്ട് യൂസിങ് കാസ്റ്റ് ടു ഡിഫൈൻ പീപ്പിൾസ് ഇൻ സൗത്ത് ഇന്ത്യ എന്നുള്ളതിൽ നിന്നാണ് ആ കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം ഇന്ത്യയെക്കുറിച്ചുള്ള ജോഷുവ പ്രോജക്റ്റ് ഡേറ്റാബേസിൽ മതം, ഭാഷ, ജനസംഖ്യ തുടങ്ങിയ വിവിധ ജനസംഖ്യാ വിവരങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അത് അവരുടെ തന്നെ പ്രോജക്റ്റ് റെഫറൻസിലെ കാണാൻ സാധിക്കും. അപ്പം ഇത്തരം വിവരശേഖരണത്തെ നിയമപരമായും നൈതികമായും പരിശോധിക്കുന്നത് ന്യായമാണ്. എന്നാൽ ജോഷുവ പ്രോജക്റ്റ് ജാതി അടിസ്ഥാനത്തിലുള്ള ജനവിഭാഗങ്ങളെ മാപ്പ് ചെയ്യുന്നു എന്നതിൽ നിന്ന് ജോഷുവ പ്രോജക്റ്റ് ഒരു ക്രിമിനൽ മതപരിവർത്തന ഓപ്പറേഷനാണ് എന്ന നിഗമനത്തിൽ എത്തുന്നത് അർണോബെ എന്തൊരു വിഡ്ഢിത്തരമാണ്. താൻ എത്ര വിഡ്ഢിയാൻ ആണെന്ന് തെളിയിക്കുന്നതാണ്. കാരണം ഇവിടെ ഓൾറെഡി ഈ ജാതി തിരിച്ചുള്ള സെൻസസും കാര്യങ്ങളെല്ലാം മുൻകാലങ്ങളിൽ എടുത്തത് അതവിടെ കിടപ്പുണ്ട്. അത് ആർക്കും കിട്ടുന്നതാണ്. അത് അവരുടെ പുസ്തകത്തിലേക്ക് അവർ കോപ്പി ചെയ്തു, അവരുടെ ചാർട്ടിലേക്ക് കോപ്പി ചെയ്തു എന്നുള്ളതുകൊണ്ട് അതൊരു ചട്ടവിരുദ്ധമാണെന്ന് പറയാൻ കഴിയുമോ? എന്തൊരു വീട്ടിൽ കുശുമാനാണ് ഉദാഹരണം. ജനവിഭാഗങ്ങളെ മാപ്പ് ചെയ്യുന്നത് സ്വതവേ കുറ്റമല്ല പോയി. ഭാഷകളും സംസ്കാരങ്ങളും ജനവിഭാഗങ്ങളും ഭൂമിശാസ്ത്രപരമായ വിവരണവും പഠിക്കുന്നത് മിഷണറി സംഘടനകളുടെ ചരിത്രപരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. കാരണം ഇവിടെ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്ന സമയത്താണ് അതിനെ അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഷണറിമാർ അഹോരാത്രം വിദ്യാഭ്യാസ മേഖലയിൽ കൂടെയും സാമൂഹിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നും അത് നടപ്പിൽ വരുത്തിയത്. അവർക്കറിയണമായിരുന്നു, അല്ലെങ്കിൽ അന്ന് ജാതി വ്യവസ്ഥിതി 72 അടി അകലത്തിൽ നിർത്തുവാനായിട്ട് നിങ്ങളുടെ പൂർവികന്മാർ സാധാരണക്കാരെ അങ്ങനെ 72 അടി അകലത്തിൽ നിർത്തുകയും 36 അടി അകലത്തിൽ നിർത്തുകയും അവർക്ക് കുഴി കുഴിച്ച് അതിനകത്ത് ഇലയിൽ കഞ്ഞിവെള്ളം കൊടുക്കുകയും ചെയ്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് തൻ്റെ ഈ വലിയ ഫിലോസഫി എവിടെയായിരുന്നു? തൻ്റെ ഈ എത്തോസ് എവിടെയായിരുന്നു? തനിക്കൊന്നും അല്ലെങ്കിൽ തൻ്റെ പൂർവികർക്കൊന്നും അതിനെക്കുറിച്ച് മിണ്ടുവാനുള്ള അവകാശം പോലുമില്ല. അതെല്ലാം അബോളിഷ് ചെയ്ത് ഇന്ന് മാനവികതയുടെ ഒരു തിരുനാളും ഇവിടെ കൊളുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാരണം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്, ക്രിസ്ത്യൻ പാതിരിമാരാണ്. അല്ലയോ അർണവ് ഗോസ്വാമി, എനിക്ക് താങ്കളോട് വിനയമായിട്ട് പറയാനായിട്ടുള്ളത്, നമ്മുടെ ആദരണീയനായിരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെ പ്രസംഗിച്ചായിട്ടുള്ള സ്ഥലത്ത് ഉത്തരാഖണ്ഡിലെ അങ്ങ് വായിച്ച് കാണുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങയുടെ ചാനൽ ഏതായാലും അതൊന്നും പുറത്തു വിടുകയില്ല. കാരണം അതിനുള്ള ഗട്ട്സൊന്നും താങ്കൾക്കില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. താങ്കളുടെ നട്ടലെല്ലാം ഒരു പ്രത്യേക സമൂഹത്തിന് കൊണ്ടുവന്ന് പണയം വെക്കുകയും അവരൊന്ന് കുനിയാൻ പറയുമ്പോഴത്തേക്ക് കാല് നക്കുകയും ചെയ്യുന്ന ടീമൊക്കെയാണ് താങ്കളുടെ മീഡിയ ഒക്കെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു പൊതു അറിവുണ്ട് അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയിട്ട് ബഹുമാനരായിരിക്കുന്ന ആ മല്ലികാർജുൻ ഖാർഗെ പ്രസംഗിച്ച ഇടത്ത് ശുദ്ധികലശം നടത്തിയ ആളുകളെ കുറിച്ച് ഒരു വിവരണം തരാൻ കഴിയുമോ? സാധിക്കുമോ? താനൊരു ആണാണെങ്കിൽ അങ്ങനൊന്ന് ചെയ്ത് കാണിക്കുക എന്ന് താങ്കളെ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അങ്ങ് മനസ്സ് കാണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.